ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഗുരുവായൂരോട്ട് പോവാണ്. ഗുരുവായൂർ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് ഒന്ന് തൊഴുത് നാളെ മടങ്ങാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി. ഇപ്പോൾ കണ്ണൂരാണ് ഇത്രയും ദിവസം നിന്നിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ 2 ദിവസം മുന്നേ ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ട്. ട്രിവാൻഡ്രത്താണ് ഏട്ടൻ്റെ വീട്. അപ്പം അവിടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് തൃശ്ശൂർ വരും. ഞാനും അമ്മയും അച്ഛനും മോളും കൂടെ ഇവിടെ നിന്ന് ഇപ്പം കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഊബർ പിടിച്ചിട്ട് ഗുരുവായൂർ പോകാമെന്നുള്ള പ്ലാനിലാണ്. നിങ്ങളെപ്പോഴാണ് പോയത്? എവിടെയാണ് പോയത്? അമ്മ വന്ദേ ഭാരതിൽ കയറിയ കാര്യം പറയാമായിരുന്നു കേട്ടോ. വന്ദേ ഭാരത് വന്ന പാടെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അവരും കയറിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമായിരുന്നു. ഞങ്ങൾ ഇന്ന് വന്ദേ ഭാരതിലാണ് പോണത്. 7:55 കണ്ണൂരിൽ നിന്ന്. ഒരു 2-2.5 മണിക്കൂറാണ് തൃശ്ശൂരേക്കുള്ളത്. ഞാനും ആദ്യമായിട്ടാണ് ഇപ്പം വന്ദേ ഭാരതിൽ കയറാൻ വേണ്ടിയിട്ട് പോണേ. ട്രെയിൻ അത്യാവശ്യം നല്ല നീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഫുഡൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ തറയൊക്കെ തുടക്കുന്നുണ്ടായിരുന്നു. നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. വാഷ്റൂമിലൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ അമ്മയൊക്കെ പറയുന്നുണ്ട് വാഷ്റൂമൊക്കെ നല്ല നീറ്റാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ട്രെയിനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇനിയിപ്പം ഒരു 10:30 തൃശ്ശൂർ എത്തുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് അകത്തുനിന്ന് തന്നെ കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാ, വട, സാമ്പാർ, ചട്നി, കേസരി, പിന്നെ ഒരു കുക്കി, ചായ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഒരു ജ്യൂസും ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഗ്രേറ്റ് എന്നൊന്നും പറയാനില്ല ടേസ്റ്റ് വൈസ്, പക്ഷേ ഒപ്പിക്കായിരുന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂരേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രെയിൻ വരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ്സ് മുന്നെയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് ഏട്ടൻ്റെ ട്രെയിൻ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ ഓൾറെഡി തൃശ്ശൂർ ഇരിപ്പുണ്ട്. നമ്മൾ ഇറങ്ങിയ പാടെ ഞങ്ങൾ മീറ്റ് ചെയ്തു വരണേ. വന്ദേ ഭാരത് തൃശ്ശൂരിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഊബർ പിടിച്ചിട്ടാണ് ഗുരുവായൂർ പോയത്. തൃശ്ശൂരിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് ആണ് ഊബറിൽ. പക്ഷേ റോഡ് ഭയങ്കര പൊട്ടയായിരുന്നു. എന്താ പറയുക, ഒരു കുളമൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു റോഡിൽ. ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു നാഷണൽ ഹൈവേ ആണെന്നൊക്കെ. പക്ഷേ ഒരു എന്താ പറയുക, ഭയങ്കര തല്ലിപ്പൊളി റോഡായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ചെക്ക് ഇൻ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ലഗേജസൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്, മമ്മിയൂർ അമ്പലത്തിനടുത്ത്. അപ്പം ലഗേജ് വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിനടുത്തോട്ട് പോയി. അവിടെ നിന്ന് നമുക്ക് അമ്പലത്തിനടുത്ത് എവിടെയെന്തെങ്കിലും ലഞ്ച് കഴിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ പോയ അന്ന് ഗുരുവായൂർ ഉപരാഷ്ട്രപതി വന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് പല റോഡുകളും ബ്ലോക്കായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്നൊരു 500 മീറ്ററിന് താഴെയുള്ളൂ ഗുരുവായൂരേക്ക്. പക്ഷേ കുറേ നേരം എടുത്തിട്ടാണ് അവിടെ എത്തിയത്. ഞങ്ങളങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഗുരുവായൂർ കിഴക്കേനടയിലുള്ള ഹരേ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത്. സ്വസ്തിയുടെ ഫേവറേറ്റ് ആണ് മട്ടൺ ബിരിയാണി. അവൾക്ക് നന്നായിട്ട് വിശപ്പടിക്കുമ്പം പറയുന്നത് മട്ടൺ ബിരിയാണി വേണമെന്നാണ്. അപ്പം ഇപ്പോഴും വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് മട്ടൺ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പം മനസ്സിലാക്കുക അവൾക്ക് നന്നായിട്ട് വിശക്കണുണ്ടെന്ന്. അപ്പം ഞങ്ങൾ നല്ലൊരു താലി ഓർഡർ ചെയ്തത്. നല്ല സൗത്ത് ഇന്ത്യൻ താലിയായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല നീറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തി. ഹോട്ടലിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ളി റൂം ബുക്ക്ഡ് ആയിരുന്നു. അപ്പോൾ അവർ ചെക്കൗട്ട് ചെയ്യാനുള്ള സമയം എടുത്തു. അതിനുശേഷം ക്ലീനപ്പൊക്കെ ചെയ്തിട്ട് 3 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കീ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 കിങ് ബെഡുള്ള റൂമായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അത്യാവശ്യം നീറ്റും ഉണ്ടായിരുന്നു.
റൂമിലെത്തി കുളിച്ച് റെഡിയായി ഞങ്ങളിതാ നേരെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛനും കോഫി ഹൗസുമായിട്ടൊരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് കേട്ടോ. ഞങ്ങൾ എന്നും പറഞ്ഞ് കളിയാക്കുന്നതാണ്. എവിടെ പോയി കഴിഞ്ഞാൽ അച്ഛന് കോഫി ഹൗസിൽ നിന്ന് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടാണ് കേട്ടോ ദർശനത്തിന് പോണേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ ഗുരുവായൂർ. ഞങ്ങളാണെങ്കിലും ചെറുപ്പം തൊട്ടേ എല്ലാ വർഷവും വന്നിട്ട് ഒരു 2 ദിവസമെങ്കിലും നിന്നിട്ട് പോകാറുണ്ട്. എന്തോ ഒരു പ്രത്യേക ഒരു അടുപ്പം ഈ ഒരു സ്ഥലത്തിനോടുണ്ട് കേട്ടോ. ഞാനും അമ്മയും അച്ഛനും ചേച്ചിയും ഒക്കെ വന്നിരുന്നിട്ട് ഞങ്ങൾ ആ ചുറ്റമ്പലത്തിൽ ഇരുന്നിട്ട് നമ്മൾ നമ്മുടേതായിട്ട് കഥകൾ ഇങ്ങനെ പറയും. ഇങ്ങനെ സമയം പോകുന്നത് അറിയില്ല. അവിടെ നിന്ന് ഒരു പ്രത്യേക ഒരു വൈബാണ് ഈ സ്ഥലത്തിന്. നമ്മളിപ്പം കാനഡയിൽ വന്നതിന് ശേഷം നമുക്ക് എല്ലാ വർഷമൊന്നും ഇവിടെ വരാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കാനഡയിൽ ഇരുന്നിട്ട് നമ്മൾ നാട്ടിൽ കുറേ സ്ഥലങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അതിലൊരു സ്ഥലമാണ് ഈ ഗുരുവായൂർ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അമ്മയുടെ അച്ഛൻ്റെയും ഹൗസ് വാമിങ്ങും അതിൻ്റെ തിരക്കും ഒക്കെ ആയതുകൊണ്ട്. അപ്പം ഈ പ്രാവശ്യം വരുമ്പം കാനഡയിൽ നിന്നേ ഞങ്ങൾ എല്ലാം ബുക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് ഈ പ്രാവശ്യം മുടങ്ങാതെ തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഗുരുവായൂർ. അതെന്തായാലും സാധിച്ചു. ദർശനത്തിന് ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അവിടുന്ന് ഒരു ഭഗവത്ഗീത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ പിന്നെ വിഷുവിനൊക്കെ വയ്ക്കാൻ പറ്റുന്ന പോലത്തെ കുറച്ച് പൂജ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിന്നറിന് ഞങ്ങൾ ലഞ്ച് കഴിച്ച സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ്. നല്ല നീറ്റുമായിരുന്നു, ഫുഡും നല്ലതായിരുന്നു. ഡിന്നർ കഴിഞ്ഞ് അടുത്ത റൗണ്ട് ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോയി. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് റെഡിയായി. ഞങ്ങൾ ഹോട്ടലിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു താഴെ. അവിടെ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ സ്റ്റേയിൽ അത് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല, ഞങ്ങൾ എക്സ്ട്രാ പേ ചെയ്യുമായിരുന്നു. അവിടെ ദോശ, സാമ്പാർ, ചട്നി, അപ്പം, കടലക്കറി, പിന്നെ ബ്രെഡ്, ബട്ടർ, ജാം, പിന്നെ കുറച്ച് ഫ്രൂട്ട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. കോഫി, ചായ, അത്രയായിരുന്നു അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ മമ്മിയൂർ അമ്പലത്തിലാണ് പോയത്. നമ്മൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്, ഗുരുവായൂർ പോകുമ്പോൾ മമ്മിയൂർ പോകാണ്ടിരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ മമ്മിയൂരും കൂടെ തൊഴുതിട്ടാണ് നമ്മൾ രാവിലെ പിന്നെ ഗുരുവായൂരോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് അവിടെ ഇരുന്നു പോയി കേട്ടോ. അത്രയും നന്നായിട്ട് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് ടീച്ചറിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. ഞങ്ങളുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിരുന്നു അവർ. അങ്ങനെ അവരെ കണ്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ പോയി. പിന്നെ ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായിരുന്നു. അങ്ങനെ വേഗം സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ചെക്കൗട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ക്ലോക്ക് റൂമിൽ ഞങ്ങളുടെ ലഗേജസൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്.
റെസ്റ്റോറൻറ്റ് കണ്ടപ്പോഴത്തേക്കും പിന്നെ ഇത്ര നേരം വീഡിയോ എടുക്കാമെന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വടക്കുംനാഥ ടെമ്പിളിലേക്ക് പോവാണ്. അവിടെ നിന്ന് തൊട്ടടുത്തായിരുന്നു, റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് വടക്കുംനാഥ ടെമ്പിൾ. അപ്പം ഞങ്ങൾക്ക് പിന്നെ ടൈമും ഉണ്ടായിരുന്നു. 6:30 ഞങ്ങളുടെ ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ 5 മണിക്ക് വടക്കുംനാഥ ടെമ്പിൾ 5 മണിക്കാണ് തുറക്കണത്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെ നിന്ന് 5 മണിയായപ്പം ടെമ്പിൾ തുറന്നതിന് ശേഷം അവിടെ നിന്ന് തൊഴുതിട്ട് തിരിച്ച് ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോയത്. And toilet is a punishable offense. Your cooperation ensures. തിരിച്ച് ഞാനും ഏട്ടനും മോളും കൂടെ ട്രിവാൻഡ്രത്ത് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. അമ്മയും അച്ഛനും കൂടെ തിരിച്ച് കണ്ണൂരിക്കാണ് പോണത്. ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴത്തേക്കും ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ കാറിൽ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇതാണ് ഏട്ടൻ്റെ വീട്. ഇവിടെയാണ് ഇനി അടുത്ത ഒരാഴ്ച ഞങ്ങൾ. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.